തിരുവനന്തപുരത്ത് ബിജെപിയുടെ വിഐപി സ്ഥാനാർത്ഥി ആരാകും? കേന്ദ്രമന്ത്രിമാരോ മുതിർന്ന നേതാക്കളോ സസ്പെൻസായി കളത്തിലിറക്കാനാണ് ബിജെപിയുടെ നീക്കം. അടിക്കിടെ തലസ്ഥാനത്തെത്തുന്ന നിർമ്മല സീതാരാമനോ എസ് ജയശങ്കറോ ഈ ദൌത്യം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. തരൂരിനും ബിജെപിക്കുമെതിരെ ആനി രാജയെ പോലുള്ള ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ സിപിഐയും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ തരൂരിനെ തോൽപ്പിക്കാൻ ആകില്ലെന്ന ഒ രാജഗോപാലിന്റെ പ്രസ്താവന ബിജെപി കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കും ഇടവെച്ചിട്ടുണ്ട്. പ്രായാധിക്യമാണ് ഇത്തരം പരാമർശത്തിലേക്ക് നയിച്ചതെന്ന വാദമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനയിൽ പാർട്ടിയിൽ കടുത്ത അമർഷവുമുണ്ട്. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനിച്ച അവസരത്തിൽ ഞാൻ സംശയിക്കായിരുന്നു. ഐക്യരാഷ്ട്രസഭയില് വളരെ ശരിയാണ്, അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും യോഗ്യം തന്നെയാണ്. നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് സംസാരിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാനുള്ള കാരണം ഞാൻ ചോദിക്കേണ്ടായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇതിനിടെ തരൂർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. ശശി തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ജനപ്രതിനിധിയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ യാഥാർത്ഥ്യം ബിജെപിയുടെ സമന്വിതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.